അമ്മച്ചി എന്തോ പാട്ട് നന്നായിരുന്നു. അത് നന്നാവുമല്ലോ അല്ലേ പാടിയത്. പൊട്ടുന്നില്ലല്ലോ ഷെനോ, ഇത് എന്ത് കടുക? ചൈന കടുവോ? കപ്പയൊക്കെ ഷെയറാണ്, പന്നി ആയിട്ട്. പന്നി ഷെയറല്ല, മൊത്തം പന്നിക്ക് വേണം, നമുക്കൊട്ടും തരില്ല. കപ്പ നിങ്ങൾ തിന്നണ്ടാന്ന് പറയും. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബട്ടണിലൊന്ന് അമർത്തുക. അപ്പോൾ നമസ്കാരം. ഇന്ന് ഞാൻ വയനാട്ടിലാണുള്ളത്. വയനാട്ടിലെ നടവയൽ. വയനാട്ടിൽ ഒരു അമ്മച്ചിയുണ്ട് നടവയലിൻ്റെ. എൻ്റെ പുറകിൽ കാണുന്ന ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഓടുമുല്ല കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഓടുമുല്ലേനെക്കുറിച്ച് ഒരു വാർത്ത വയനാട് വിഷനിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചീനെ വിളിച്ചു. അന്നേരം അമ്മച്ചി പറഞ്ഞു, നീ ഇങ്ങോട്ട് വാടാ, ഞാൻ ഓടുമുല്ല നിനക്ക് കാണാം, ഒപ്പം ഒരു ബീഫ് കറിയും നിനക്ക് വെച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഓടുമുല്ലയും കാണാം, അമ്മച്ചിയുടെ ബീഫ് കറിയും നമുക്കൊന്ന് കഴിക്കാം. വാ. അമ്മച്ചി എന്തോ? ഷിനോയ്യ അമ്മച്ചീനെ ഇങ്ങനെ അന്വേഷിച്ചെത്തിയതാണ്. ആണല്ലേ? ശരി. സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചിയുടെ ബീഫ് കറി കഴിക്കുകയും ചെയ്യണം, ഈ ഓടുമില്ലേക്ക് ഒന്ന് കാണുകയും ചെയ്യണം. ആയിക്കോട്ടെ, അതിനെന്താ. അപ്പൊ നമ്മുടെ ആൾക്കാർക്കെല്ലാം ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ആയിക്കോട്ടെ, ശരി, നമുക്ക് പോകല്ലേ? പോവാം. അപ്പൊ നമുക്കിനി അമ്മച്ചിയുടെ ബീഫ് കറി കറി വെച്ച് നമുക്ക് കഴിക്കണം. അപ്പൊ അമ്മച്ചി എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി അരിഞ്ഞത്, ഇഞ്ചി, ഇത് സവാള അരിഞ്ഞത്, പിന്നെ ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, മല്ലിപ്പൊടി, ഗരം മസാല, അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്, മുളക് പൊടി, അത്രയും സാധനം. പിന്നെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേവിച്ച് വെച്ചതാണ്. ബീഫ് എന്നൊക്കെ ചേർത്ത് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്? ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതിന് ചേരുന്ന ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് തിരുമ്മി വേവിച്ച് വെച്ചിരിക്കുന്നത്. എത്ര? 3 വിസിലടിച്ചു. 3 വിസിൽ, കുക്കറിൽ 3 വിസിൽ അടിക്കുന്ന രീതിയിൽ വേവിച്ച് വെച്ചു. അപ്പോൾ ഇനി നമുക്കത് ഇനിയിപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കഴിച്ചാൽ മതി. ബാക്കി ചേരുവകളെല്ലാം വാട്ടി എടുത്ത് നമ്മളതും കൂടി ഇട്ട് ഒന്നിച്ച് മിച്ചറാക്കി എടുത്താൽ മതി. നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. ഉള്ളി ഒന്ന് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്തോരം ബീഫ് ഉണ്ടോ അമ്മച്ചി? 1 കിലോ. 1 കിലോ ബീഫ്. 1 കിലോ ബീഫ്. അമ്മച്ചേനെയാണോ ബീഫൊക്കെ നുറുക്കിയെടുത്തേക്കണേ? അല്ല, മക്കള് നുറുക്കി കഴുകി അവർ തന്നെയല്ല വൃത്തിയാക്കി തന്നെ. അല്ല, ഞാനതെല്ലാം വേവിച്ച് വെച്ചു. കറി വെക്കുന്നത് മാത്രം അമ്മച്ചി? കറി വെക്കുന്നത് ബാക്കിയൊക്കെ മക്കൾ ചെയ്തോളൂ. മക്കളെല്ലാത്തിനും സഹായമായിട്ട്? എല്ലാത്തിനും മക്കൾ സഹായമുണ്ട്. കടുക് ഇടുന്നേ. പൊട്ടുന്നില്ലല്ലോ ഷെനോ, ഇത് എന്ത് കടുക? ചൈന കടുവോ? പൊട്ടുന്നു വരെയില്ല കടുക് ഇട്ടിട്ട്. നന്നായിട്ട് തീയുണ്ട്. അതെ, പൊട്ടി കറിയാകേണ്ട സമയമായി. തേങ്ങ കൊത്തിടുക. അതെന്തൊരു തേങ്ങയുണ്ട്? ഇത് ഒരു മുറി തേങ്ങ. തേങ്ങ കൊത്തിട്ട് പകുതി മൂപ്പാകുമ്പോൾ മുളകും ഇഞ്ചിയൊക്കെ ഇടാം. നല്ല കാറ്റായത് കാരണമായിരിക്കുമല്ലേ ഈ കാറ്റ് കാരണമാണ് തീ കത്താത്തത്. അതെ, കാറ്റ് കാരണം ചോട്ടി തീ കത്തുന്നില്ല. 4 വശത്തേക്കിനും കാറ്റ് വരുന്ന വശത്തേക്ക് പോവുകയാണ് തീ, അതുകൊണ്ടാണ് ചോട്ടി കത്താത്തത്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ട് കളർ മാറും. തേങ്ങാക്കൊത്തിൻ്റെ കളർ മാറുമ്പോൾ വേണം നമുക്ക് ഇഞ്ചി പച്ചമുളക്. ബ്രൗൺ കളറാണല്ലേ? ബ്രൗൺ കളറാണ്. ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ കൂട്ടം ഇടാം. ഉള്ളിയുടെ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഇട്ടു. എത്ര ഉള്ളി ഉണ്ട് അമ്മച്ചി? അരിഞ്ഞത് 1 കപ്പ്. 1 കപ്പ് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി.
വെളുത്തുള്ളി. അടുത്ത വെളുത്തുള്ളി അല്ലേ? അടുത്ത വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി ഉണ്ട്, ഒരു 1/2 കപ്പ് വെളുത്തുള്ളി ഉണ്ട്. ഇനി പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടു, രണ്ടും ഇട്ടു. പച്ചമുളക് ഒരു 4-5 പച്ചമുളകും 5 പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. കരിവേപ്പില ഇടാം. ഉണ്ടോ? കേട്ടോ, കരിവേപ്പില ഇട്ടു. കരിവേപ്പില ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇത് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. മഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. കുറച്ച് ഇത് മതി. ഇതൊരു നിറം മാറി വരുമ്പോൾ ഒന്ന് വാടിയും വഴറ്റി വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഇടാം. എല്ലാ പൊടികളും ഇടാം. ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചതാണ്. ഇവിടെ ഒരു പുതിയ ഇതാണ്, സവോള ഇപ്പോഴാണ് ഇടുന്നത്. അമ്മച്ചിൻ്റെ ഒരു സ്പെഷ്യലാണ് സവോള കുറച്ച് ഇങ്ങനെ ഇടുന്നല്ലേ? എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം സവോള ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവുമോ? ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അമ്മച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒത്തിരി നല്ല പൂക്കള്, ഒരുപാട് പൂക്കൾ, ആട്, പക്ഷി, കോഴി, എല്ലാ സാധനങ്ങളും അമ്മച്ചി തന്നെയാണ് ഇതെല്ലാം നോക്കുന്നത്? എല്ലാം ഞാനും നോക്കും, മക്കളും നോക്കും. എല്ലാവരും കൂടെ കൂടിയാ, ആരും സ്വന്തമായിട്ടൊന്നും അല്ല. എല്ലാവർക്കും ഇതിനോടൊക്കെ താല്പര്യമുണ്ട്. പശുക്കളുണ്ട്. അമ്മച്ചിക്ക് എത്ര വയസ്സായി? എനിക്ക് 80 വയസ്സ് കഴിഞ്ഞു. 80 വയസ്സ്. എന്നാലും ഇപ്പം ഇതെല്ലാം ഇതിൻ്റെ പുറകെ എല്ലായിടത്തും അന്വേഷിക്കും. പിള്ളേരുടെ കൂടെ പോകും, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും, ചെയ്യും. പശുവുണ്ട്, ഉണ്ട്, കോഴിയുണ്ട്, പട്ടിയുണ്ട്. അമ്മച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് 5 മക്കള്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്? എല്ലാവരും ഇവിടെ ഇല്ല. ഇളയ മോള് മാത്രമേ ഇരുട്ടിയില്ല, ഇച്ചിരി അകലെയാ കെട്ടില്ല. കണ്ണൂര് ഇരുട്ടി. ബാക്കി 4 മക്കളും ഇവിടെ ഉണ്ട്. 3 ആണും 2 പെണ്ണുമാണ് എനിക്ക് മക്കൾ. അപ്പോൾ ഈ 3 മക്കളുടെ വീടാണ് ഈ ഇങ്ങനെ നിരന്നിരിക്കുന്ന 3 വീട് അടുത്തടുത്തിരിക്കുന്നത്. ഉണ്ട് 3 ആൺമക്കളും അടുത്തടുത്തുണ്ട്. പിന്നെ മകളെ പുൽപ്പള്ളി കെട്ടിച്ചതാ. അവരത് വിറ്റിട്ട് നടവയൽ വന്ന് സ്ഥലമെടുത്തു. ഇപ്പം ഇവിടെയാണ്. അടുത്തടുത്ത 4 മക്കളും അടുത്തുണ്ട്, ഒരാൾ മാത്രം അകലെയായിട്ട്. അത് ആണ്ടിലൊരു പ്രാവശ്യമൊക്കെ വരുള്ളൂ. ബീഫൊക്കെ നല്ല ബീഫ് കിട്ടൂലേ? കിട്ടും. നല്ല ബീഫ് കിട്ടും, നല്ല പന്നിയുടെ കിട്ടും, എല്ലാ ഇറച്ചികളും നല്ല ഇറച്ചി കിട്ടും, എല്ലാം കിട്ടും. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വയനാട് ഒരു മികച്ചു നിൽക്കുന്ന സ്ഥലമാണ്. അതെ, ഇപ്പം കാട്ടുമൃഗത്തിൻ്റെ ശല്യമായി. ഇപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. ഇവിടെയൊക്കെ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടോ? നമ്മുടെ പറമ്പെല്ലാം കുത്തിയിട്ടിരിക്കുക, കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ചേമ്പ്, കപ്പ, ചേന ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കൃഷിയില്ല. പന്നി കുത്തിക്കളിയല്ല. ഞങ്ങൾ 54 ഞങ്ങൾ കപ്പയൊക്കെ ഷെയറാണ്. പന്നി ഷെയറല്ല, മൊത്തം പന്നിക്ക് വേണം, നമുക്കൊട്ടും തരില്ല. കപ്പ നിങ്ങൾ തിന്നണ്ടെന്ന് പറയും. എവിടെ മണം ഉണ്ടെങ്കിലും മണം പിടിച്ച് അവിടെ എത്തും, എന്നിട്ട് കപ്പ കൊണ്ടുപോകും. ഇല്ല, വന്ന് നോക്കും. ആദ്യം ഒന്ന് വന്ന് നോക്കി കുത്തിയിട്ടൊക്കെ പോകും. കിഴങ്ങായില്ലെങ്കിൽ പിന്നെ അത് അവർക്കറിയാം കൃത്യസമയം. കുരങ്ങ് വന്ന് പറിച്ചോണ്ട് പോകുന്ന ഇവിടെ കുരങ്ങ് ശല്യം കുറവുണ്ട്. നമുക്ക് ഇവിടെ കുറേ ചുറ്റുവട്ടത്ത് കുരങ്ങ് ശല്യം കുറവുണ്ട്. അതിനും കൂടി പന്നിയാണ്, ഒരു കൃഷി എടുക്കാൻ മേലാതെ പന്നിയുടെ ശല്യം. 54 വയനാട് കയറിയതാ എൻ്റെ വീട്ടുകാർ. ഞങ്ങൾ ചങ്ങനാശ്ശേരി, ഞാൻ ചങ്ങനാശ്ശേരി, ചാച്ചൻ ആലുവക്കാരൻ. ഇവിടെ വന്ന 60 കല്യാണം കഴിഞ്ഞതാണ്. അന്നൊന്നും ഒരു മൃഗവും ഉണ്ടായിരുന്നില്ല, പേടിക്കാനും ഇല്ല. നെല്ലിക്കാടായിരുന്നു അവിടെ ഇവിടെ. അന്ന് ശരിക്കും കംപ്ലീറ്റ് കാടല്ലേ ഇവിടെ? കാടായിരുന്നു, ഇല്ല, ഒരു മൃഗവും ഇല്ല. ഒരു മൃഗം ഒന്നിനും നമ്മൾ പേടിക്കാനില്ല. ഞാൻ ഇറങ്ങി നടക്കാനും ഒന്നിനും. ഇല്ലിക്കാട്, ഇല്ലി വെട്ടി തെളിച്ച സ്ഥലത്ത് അവിടെ ഇവിടെ ഓരോ വീട് എണ്ണിയെടുക്കാം. അവിടെ ഇവിടെയായിട്ട് ഓരോ വീട്, പള്ളി, ഇവിടെ സ്കൂള്, ഒരു ചെറിയ പള്ളി, അതിനനുസരിച്ച് ഒരു ചെറിയ സ്കൂള് എല്ലാം അന്നുണ്ടായിരുന്നതാ. കാടെല്ലാം തെളിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മൃഗം ഇറങ്ങിയത്. ഇപ്പം മൃഗത്തിനെ കൊണ്ട് പൊറുതി മുട്ടി രാത്രിയും സഞ്ചരിക്കാൻ മേലെ, വെളുപ്പിനും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം. നമുക്ക് ഇതിൻ്റെ ബാക്കി ചേരുവ ചേർക്കാം. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിയുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു.
പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് മുളക് പൊടി വേണം അല്ലേ? വേണം, കുറച്ച് വേണം. മുളക് പൊടി ഇത് മതി. കുരുമുളക് പൊടി. ബീഫിന് കുരുമുളകാണ് അത്യാവശ്യം. പറമ്പിലെ തന്നെ കുരുമുളക്? അതെ അതെ, നമ്മുടെ പറമ്പിലെ കുരുമുളക് പൊടിച്ച് വെച്ചതാ. ഗരം മസാലയുടെ 2 സ്പൂൺ ഗരം മസാല അല്ലേ? 2 സ്പൂൺ ഇടാം. നമ്മൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞു അല്ലേ? പൊടികളെല്ലാം ഇട്ടു. ഇനി നമുക്ക് ഇതെല്ലാം വടിച്ച സാധനം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് കുഴഞ്ഞിടാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ വെച്ച്. ഇത് കറി ആയിന്ന് തോന്നല്ലേ? കറിയല്ല, ഒലത്ത് കാണാം. അതുകൊണ്ട് ഇച്ചിരി താമസം വരും ഒലർന്ന് കിട്ടാൻ. കറിയാണെങ്കിൽ നമുക്കെല്ലാം കൂട്ടി വെച്ച് വെള്ളത്തോടെ ചാറോടെ എടുക്കാം, പെട്ടെന്ന് ആവും. ഇത് ഒലത്തി എടുക്കണമെങ്കിൽ അതിൻ്റെ വെള്ളം പറ്റി എല്ലാം ഇതേ കഷ്ണത്തെ പിടിച്ച് നല്ല ഒലർന്ന് കിട്ടണം. ഞാനിത് കറിയാന്ന് ഓർത്തോണ്ടിരുന്നു. അല്ല കറിയല്ല, ബീഫ് ഒലർത്താണ്. അപ്പോൾ ഒലർന്ന് കിട്ടണം ഇത് കഷ്ണം. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആകണം. എന്തായാലും ബീഫ് ആകാൻ കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് അമ്മച്ചി ഒരു പാട്ട് പാടിയാലോ? എൻ്റെ മോനെ, എനിക്ക് പാട്ടറിയില്ല. ഞാൻ പാട്ട് പാടില്ല. ഒന്നാമതേ എൻ്റെ സ്വരം കൊള്ളൂല്ല. പിന്നെ പോരെങ്കിൽ പാട്ട് പാട്ടെങ്കിൽ പഴയ പാട്ടൊക്കെയാണ് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ. അത് പഴയ പാട്ട് കേൾക്കുന്നത് നല്ലത് ആണോ? എന്നാൽ ഞാനൊരു പാട്ട് പാടാം. എന്നുടെ ദേശം കേരള ദേശം, മണ്ണിന് പൊട്ടായി വിലസും ദേശം, കാവുകൾ കളരികൾ കോവിലു പള്ളികൾ, കാവും പുണ്യ പുരാതന ദേശം, എന്നുടെ ദേശം കേരള ദേശം, മണ്ണിന് പൊട്ടായി വിലസും ദേശം. അത്രയും മതി. അത് ചെറുതായിട്ട് കേരളത്തോടുള്ള അതെ, ദേശം കേരളം, കേരം, തേങ്ങ, അതൊക്കെയുള്ളതാണ് നമ്മുടെ ദേശം, നമ്മുടെ നാട്. പാട്ട് നന്നായിരുന്നു. അത് നന്നാവുമല്ലോ, അല്ലേ പാടിയത്. ഞാൻ കടങ്കഥ മോൻ ഉത്തരം പറയുമോ? ഉത്തരം പറയാമെങ്കിൽ ഞാൻ കടങ്കഥ ചോദിക്കാം. എന്നാൽ ആദ്യം ചോദിച്ചല്ലോ ഞെട്ടില്ലാ വട്ടയില എന്ന് പറഞ്ഞാൽ അത് എന്തുവാ? ഞെട്ടില്ലാ വട്ടയില. പറഞ്ഞോ, എന്താ ഇത്തരം? അത് പപ്പടം. ചെത്തി കൂർമ്പിച്ചതും ചെത്താതെ കൂർമ്പിച്ചതും. ചെത്താതെ കൂർമ്പിച്ചതും ഒരുപോലെ ഇരിക്കും. പറഞ്ഞോ, ഉത്തരം പറ. ആണോ? തോറ്റോ? ഞാൻ തോറ്റു. പക്ഷെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കാണുന്നവര് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യട്ടെ. അങ്ങനെയാണേ അങ്ങനെ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്ത് അമ്മച്ചിനെ അറിയിക്കണം. ചെത്തി കുറിപ്പിച്ചതും ചെത്താതെ കുറിപ്പിച്ചതും അതെന്താ സാധനം എന്നുള്ളത്. എന്നാലും എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? അതെന്നെ കഴിക്കുന്ന വല്ല സാധനമാണോ? എന്തെങ്കിലും കഴിക്കുന്നതൊന്നും അല്ല. ഒരു ആകാംക്ഷ എന്തായാലും പറയണമെങ്കിൽ ഞാൻ പറയാം ഉത്തരം. എന്നാ പറയണ്ട. ഇരിക്കട്ടെ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് കമന്റ് ചെയ്യട്ടെ അറിയാമെങ്കിൽ. എന്തായാലും അമ്മച്ചി ചോദിച്ച കടങ്കഥ ഭയങ്കരമായിപ്പോയി. ഒരുപ്പെട്ട കടങ്കഥയൊക്കെ ഞാൻ കേട്ട് ഉത്തരം പറയാറുണ്ട്. മിറ്റത്തെ ചെപ്പിന് അടപ്പില്ല. അതൊക്കെ അറിയാം. ഇത് മാത്രം അറിയില്ലാത്തതുള്ളൂ. ജോലെണ്ണം അല്ലേ? നമ്മുടെ ബീഫ് എന്തായി? റെഡി ആയിട്ടുണ്ട്. ഇത് ഒപ്പാക്കാണ്. ഇനി ഡ്രൈ ആകുമൊന്നും വേണ്ട. ഇന്നും വേണ്ട. ഇനി എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് അതിലുള്ള എണ്ണയും ആ നെയ്യും ഇറങ്ങി വരും. ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതാരും അത് ഉണങ്ങുകയല്ല. അതുകൊണ്ട് നെയ്യുള്ളത് കൊണ്ടാണ് വെളിച്ചെണ്ണ. നമ്മുടെ വയനാടൻ സ്റ്റൈൽ ബീഫ് ഒലർത്ത് ഇത് തന്നെയാണ്. ശരി, വയനാടൻ സ്റ്റൈൽ ബീഫ് ഒലർത്ത് കഴിച്ചാലോ? കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. തേങ്ങാക്കൊത്തും പിന്നെ ബീഫും ഉള്ളി കറിവേപ്പിലയും എല്ലാ സാധനവും കൂടി കൂട്ടി ചവയ്ക്കണം. വെളുത്തുള്ളി എല്ലാം ഒന്നും തിരിഞ്ഞ് വെക്കാതെ എല്ലാം കൂടെ കൂട്ടി ചവയ്ക്കണം കേട്ടോ. ഒന്നിച്ച് ചവയ്ക്കണം. അപ്പോൾ അതിൻ്റെ രുചി അറിയാൻ പറ്റുള്ളൂ. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ബീഫും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാം കൂടെ കൂട്ടി കൂട്ടി അങ്ങെടുത്ത് കഴിക്കണം.
ഓരോന്ന് തിരഞ്ഞെടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കിട്ടൂല. മുളകും കൂടെ കിടന്നു. മുളകും ഒക്കെ കൂടെ കൂട്ടി ചവയ്ക്കണം. നേരമാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ശരിയാ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. നമുക്ക് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിൻ്റെ കുരുമുളകും ഇഞ്ചിയും എല്ലാത്തിൻ്റെയും ആ രുചി നമുക്ക് കൃത്യം കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം വയനാടൻ സ്റ്റൈല് ബീഫ് പുലർത്തിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് വയനാടൻ സ്റ്റൈലിലാണ് ഇത് ചെയ്തത്. നമ്മൾ സ്ഥിരം വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്? സ്ഥിരമല്ല, ഇടയ്ക്കിടയ്ക്ക് വെക്കും, മിക്കവാറും വെക്കും. ഇങ്ങനെ വെക്കും. കൂടുതലും ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് എല്ലാവർക്കും. ഇതിനിപ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഭക്ഷണം വേണമെന്നൊന്നുമില്ല. ഇത് പെറുക്കി തിന്നാം, തിന്നുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ തിന്നാം, നിറച്ച് തിന്നാം. ഓരോ കഷ്ണം പെറുക്കി വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം കൂടെ പെറുക്കി മുളകും അതിൻ്റെ കൂടെ ബീഫിൻ്റെ കഷ്ണം ഒക്കെ കൂടെ കൂട്ടിയിട്ട് ചവയ്ക്കണം. അങ്ങനെ തിന്നുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് പുലർത്താണ് അമ്മച്ചി ഉണ്ടാക്കി തന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മച്ചി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മച്ചീൻ്റെ ഇന്ന് ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ബീഫ് പുലർത്താണ്. ഇനി ഇത് മൊത്തം ഞാൻ കഴിക്കും. എങ്കിലും ഇനി നമുക്ക് വേറെന്താ വേണ്ട, കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇനി എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബട്ടണിലൊന്ന് അമർത്തുക, പിന്നെ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത ഷോയിൽ കാണാം. അതിനു മുമ്പ് അമ്മച്ചി ഒരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം കമന്റിലൂടെ അമ്മച്ചിനെ അറിയിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ.